ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിജിനാസ് കിച്ചൺ. എല്ലാവരും തമ്പനയിൽ കണ്ട് സംശയിക്കുന്നുണ്ടാവും അല്ലേ, ഐസ്ക്രീം ഹെൽത്തിയോ എന്തായി പറയുന്നതെന്ന്. അതെ, ഈ വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്കും കഴിക്കാൻ നല്ല ഹെൽത്തിയായ ഐസ്ക്രീം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇനി നമുക്ക് പേടി കൂടാതെ ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഡയബറ്റീസ് കാരണം ഐസ്ക്രീം കഴിക്കാൻ മടിച്ചു നിൽക്കുന്നവർക്കും 1-2 സ്പൂണൊക്കെ ഒന്ന് കഴിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്ക് എന്നാൽ ഹെൽത്തി ആയ ഐസ്ക്രീം ഉണ്ടാക്കിയാൽ തുടങ്ങിയാലോ. അതും വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത്, പാലോ പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ അരിപ്പൊടിയോ ഒന്നും ചേർക്കാതെ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ കാണുന്ന 3 ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഇന്ന് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് വേണ്ടത് ഒരു വലിയ മാങ്ങയാണ്. നല്ല പഴുത്ത മാങ്ങ തന്നെ നോക്കിയെടുക്കണം. ഇതുപോലുള്ള പഴുത്ത മാങ്ങ ഞാനിവിടെ കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് കാഷ്യൂനട്ടാണ്. ഞാനിവിടെ ഒരു 10-20 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഈത്തപ്പഴമാണ്. ഞാനിവിടെ ഒരു 10 ഈത്തപ്പഴം കുരു കളഞ്ഞ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത്. ഇനി ഈ 3 ഇൻഗ്രീഡിയൻസും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് കാഷ്യൂനട്ടും ഡേറ്റ്സും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഈത്തപ്പഴം കുതിർത്ത് വെച്ച കുറച്ച് വെള്ളം കൂടി നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ വെള്ളമൊന്നും കൂടിപ്പോവരുത്. നമ്മൾ അരച്ചെടുക്കുന്നതിൽ വെള്ളം കൂടിപ്പോയാൽ ഐസ്ക്രീമിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ച മാങ്ങയുടെ കഷ്ണങ്ങൾ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇവിടെ 3 ഇൻഗ്രീഡിയൻസ് കൂടി നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. നമ്മൾ ഏത് ബൗളിലാണോ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ പോകുന്നത് അതേ ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ച് നമുക്കിതൊന്ന് ജസ്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പോ വെച്ച് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഐസ് ക്രിസ്റ്റൽസ് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചെടുത്ത ഐസ്ക്രീമാണിത്. ഐസ്ക്രീമൊക്കെ നല്ലതുപോലെ തന്നെ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുത്ത് നോക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സ്കൂപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 100% നാച്ചുറൽ ആൻഡ് ഹെൽത്തി ആയ മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ 3 ചേരുവകൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഫ്രഷായി നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന മാങ്ങയും പിന്നെ കാഷ്യൂനട്ടും ഈത്തപ്പഴവും മാത്രമാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. പഞ്ചസാരയോ പാലോ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പേടി കൂടാതെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം, മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.